നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ പൂനെയ്ക്കടുത്തുള്ള പ്രശസ്തമായ ലോഹഗഡ് കോട്ടയിൽ ഒരു സിനിമയെ പോലും വെല്ലുന്ന തരത്തിലുള്ള ക്രൂരമായ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോടികൾ ചിലവഴിച്ചുള്ള ആഡംബര വിവാഹം നവംബറിൽ നടക്കാനിരിക്കെയാണ് പ്രതിശ്രുതവരനായ 26-കാരൻ കേതൻ വിശാൽ അഗർവാളിനെ പ്രതിശ്രുത വധുവും കാമുകനും ചേർന്ന് മലമുകളിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. സെൽഫി എടുക്കുന്നതിനിടെ ശക്തമായ കാറ്റിൽ ബാലൻസ് പോയി താഴേക്ക് വീണതാണെന്ന പേരിലാണ് ആദ്യഘട്ടത്തിൽ പ്രചരിച്ച ഒരു സാധാരണ അപകട മരണത്തെയാണ് പോലീസ് നടത്തിയ കൃത്യമായ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലുകളിലും ആസൂത്രിത കൊലപാതകമാണെന്ന് തെളിയിച്ചിരിക്കുന്നത്. പൂനെ ലോഹഗഡ് കോട്ടയിൽ നിന്നാണ് റിയൽ എസ്റ്റേറ്റ് ഡയറക്ടർ ആയിട്ടുള്ള കേതൻ അഗർവാൾ 26 വയസ്സാണ് മരിച്ച സംഭവത്തിൽ അദ്ദേഹത്തിന്റെ പിതാവും ഏറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായിട്ടാണ് രംഗത്ത് വരുന്നത്. സ്വന്തം മകൻ കേതൻ കൊല്ലപ്പെടുന്നതിന് 4 ദിവസം മുമ്പ് ഇതേ കോട്ടയിൽ വെച്ച് കാമുകിയായിട്ടുള്ള സിയ ഗോയൽ കേതനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നതായിട്ടാണ് ഇപ്പോൾ പിതാവായിട്ടുള്ള വിശാൽ അഗർവാളിന്റെ മൊഴി. സംഭവത്തിൽ സിയ ഗോയലിനെയും കാമുകൻ ചേതൻ ബാബുലാൽ ചൗധരിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജൂൺ 18-നാണ് ലോഹഗഡ് കോട്ടയിൽ 400 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് വീണ് പ്രതിശ്രുതവരനായിട്ടുള്ള കേതൻ മരിക്കുന്നത്. ശക്തമായ കാറ്റിൽ കാലുവഴുതി വീണെന്നായിരുന്നു സിയ അന്ന് പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ പിതാവിന് ചില സംശയങ്ങൾ ഉയർന്നു. പിതാവിന്റെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ആ പിതാവിന് സംശയം തോന്നാൻ കാരണം ജൂൺ 18-ന് ഈ അപകടം സംഭവിക്കുന്നു. ജൂൺ 14-ന് സമാനമായ രീതിയിൽ ഈ സിയയും കേതനും ഈ കോട്ടയിൽ പോയപ്പോഴും സിയ തള്ളിയിടാൻ ശ്രമിച്ചുവെന്നാണ് പിതാവ് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. അന്നും ഇത്തരത്തിൽ കേതൻ വീഴാൻ പോയിരുന്നു. അന്നൊരു കുറ്റിച്ചെടിയിൽ പിടിച്ച് കേതൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷെ അന്ന് കേതൻ രക്ഷപ്പെട്ട് കയറി വരുന്നത് കണ്ടപ്പോൾ സിയ അടുത്ത നാടകം എടുത്തു. ഒരു പാമ്പ് പെട്ടെന്ന് വരുന്നത് കണ്ട് അലറി വിളിച്ചപ്പോൾ കേതനെ കെട്ടിപ്പിടിച്ച് അത് ഒരു തള്ളിയിടുന്നത് പോലെ അഭിനയിക്കുകയായിരുന്നു സിയ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേതനും സംശയമൊന്നും തോന്നിയില്ല. പിന്നീട് ഇതിനുശേഷം കോട്ടയിൽ നിന്ന് മടക്കയാത്രക്കിടെ കേതന്റെ പാസ്പോർട്ട് കാണാതായി. ഇത് വലിയ തർക്കത്തിനും വഴിവെച്ചിരുന്നു. പിന്നീട് സിയ നിർബന്ധിച്ചതിനെ തുടർന്നാണ് ജൂൺ 18-ന് വീണ്ടും ഇരുവരും ഇതേ കോട്ടയിലെത്തിയത്. അതായത് ഇവിടെ വെച്ച് തന്നെ കൊല്ലാൻ ആദ്യ പ്ലാൻ ഇടുന്നു. പക്ഷെ അവിടെ കേതൻ എങ്ങനെയോ രക്ഷപ്പെടുന്നു. അന്ന് സിയ ഒരു നാടകം അഭിനയിക്കുന്നു. പിന്നീട് 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ കേതനെ സിയ എത്തിക്കുകയായിരുന്നു. സിയ പുനെ സ്വദേശിയായ ചേതനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. പിന്നീട് കേതൻ ഇവരുടെ വഴിയിൽ തടസ്സമാവുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേതനെ കൊല്ലാനായിട്ട് കാമുകനും ഈ പറയുന്ന സിയും തമ്മിൽ തീരുമാനിച്ചത്. ഇരുവരും ചേർന്നാണ് ഗൂഢാലോചനയും അതിനുള്ളത് നടത്തിയത്. സിയ കേതനെ കോട്ടയിലേക്ക് കൊണ്ടുപോയപ്പോൾ ചേതനെ പിന്നീട് സ്ഥലത്തെത്തിക്കുകയും ഇരുവരും ചേർന്നാണ് കേതനെ കൊക്കയിലേക്ക് തള്ളിയിട്ടത്. ഇത്തവണ രക്ഷപ്പെട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് കാമുകനെ കൂടി ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ഇരുവരും ചേർന്ന് കൊക്കയിലേക്ക് തള്ളിയത്. ലോക്കൽ ക്രൈം ബ്രാഞ്ച് ചേതനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. ഈ വർഷാവസാനമായിരുന്നു ഇരുവരുടെയും വിവാഹം നടക്കാനിരിക്കുന്നത്. അതിനിടയിലായിരുന്നു കേതന്റെ കൊലപാതകം. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ചുള്ള ആഡംബര വിവാഹത്തിനായി വലിയ തയ്യാറെടുപ്പുകളാണ് ഇരു കുടുംബങ്ങളും നടത്തി വരുന്നുണ്ടായിരുന്നത്. സെൽഫി എടുക്കുന്നതിനിടെ ശക്തമായ കാറ്റിൽ ബാലൻസ് പോയി താഴേക്ക് വീണതാണെന്ന പേരിൽ ആദ്യഘട്ടത്തിൽ പ്രചരിച്ച ഒരു സാധാരണ അപകട മരണത്തെ പോലീസ് നടത്തിയ കൃത്യമായ അന്വേഷണവും ചോദ്യം ചെയ്യലിലാണ് ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് തെളിയിച്ചിരിക്കുന്നത്. പൂനെ പിംപ്രി ചിറ്റ്വാഡിലെ പ്രമുഖ നിർമ്മാണ വ്യവസായിയായ വിശാൽ അഗർവാളിന്റെ മകനാണ് കൊല്ലപ്പെട്ട കേതൻ അഗർവാൾ. ഏറെ നാളത്തെ പ്രണയത്തിലൊടുവിലാണ് കേതനും സിയ ഗോയലും തമ്മിലുള്ള വിവാഹം ഇരു കുടുംബങ്ങളും ചേർന്ന് ഉറപ്പിച്ചത്. അതായത് കേതനായിട്ടുള്ളതും പ്രണയ വിവാഹം തന്നെയായിരുന്നു. വരാനിരിക്കുന്ന നവംബർ മാസത്തിലാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ച് അതീവ ആഡംബരത്തോടെ നടത്താനിരുന്ന വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ ഇരു വീട്ടുകാരും വലിയ രീതിയിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ജയ്പൂരിലുള്ള പ്രശസ്തമായ ഒരു കൊട്ടാരം 17 കോടി രൂപ ചെലവഴിച്ചാണ് വിവാഹത്തിനായി ബുക്ക് ചെയ്തിരുന്നത്. കൂടാതെ അതിഥികളെ എത്തിക്കുന്നതിനായി 2 സ്വകാര്യ വിമാനങ്ങൾ വരെ കുടുംബം ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ ഈ ആഡംബര ജീവിതവും വിവാഹമൊന്നും കേതന്റെ പ്രതിശ്രുത വധുവായ സിയ ഗോയലിന് താല്പര്യം ഉള്ളതായിരുന്നില്ല. കാരണം അപ്പോഴേക്കും സിയയ്ക്ക് ചേതൻ ചൗധരി എന്ന മറ്റൊരു യുവാവുമായി തീവ്രമായ പ്രണയബന്ധം ഉടലെടുത്തിരുന്നു.
ഇരുവരും തമ്മിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരുമാണ്. വീട്ടുകാർ നിർബന്ധിച്ചുറപ്പിച്ച കേതനുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ സിയ പല വഴികളും നോക്കിയിരുന്നു. വിവാഹത്തിന് ശേഷമുള്ള യാത്രയ്ക്കായി ബാലിയിലേക്ക് വലിയൊരു തുകയുടെ ടൂർ പാക്കേജ് കേതൻ ബുക്ക് ചെയ്തിരുന്നെങ്കിലും തന്റെ പാസ്പോർട്ട് കാണാനില്ലെന്ന് കള്ളം പറഞ്ഞാണ് സിയ ആ യാത്ര ക്യാൻസൽ ചെയ്യിപ്പിച്ചത്. പിന്നീട് പോലീസിനോട് സിയ തന്നെ സമ്മതിച്ചു കേതനൊപ്പം പോകാൻ താല്പര്യമില്ലാത്തതിനാലാണ് പാസ്പോർട്ട് വാഷ്റൂമിൽ വെച്ച് കീറിക്കളയുകയായിരുന്നു എന്നാണ്. വിവാഹത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാൻ സാധിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് കേതനെ ഇല്ലാതാക്കാനുള്ള ആസൂത്രണം സിയും കാമുകൻ ചേതനും ചേർന്ന് തുടങ്ങുന്നത്. കഴിഞ്ഞ മെയ് 31 ഇരുവരും ലോഹഗഡ് കോട്ട സന്ദർശിച്ചപ്പോഴാണ് കേതൻ ഇവിടെ എത്തിച്ച് കൊലപ്പെടുത്താം എന്ന ആശയം സിയയ്ക്ക് ലഭിക്കുന്നത്. തുടർന്നാണ് ജൂൺ 14 ഈ സ്ഥലത്ത് കേതനെയും കൂട്ടി സിയ എത്തിയെങ്കിലും അന്ന് കൊലപാതക ശ്രമം പരാജയപ്പെട്ടു. പിന്നീട് വീണ്ടും ഒരു 4 ദിവസം കഴിഞ്ഞ് ജൂൺ 18 വീണ്ടും സിയയുടെ ജന്മദിന ആഘോഷത്തിനും പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടും എന്ന നാടകവുമായിട്ട് സുഹൃത്തുക്കളെയും കൂട്ടി ഇവർ വീണ്ടും ലോഹഗഡ് കോട്ടയിലെത്തുന്നത്. കോട്ടയുടെ മുകളിൽ വെച്ച് സംസാരിക്കുന്നതിനിടയിൽ സിയ തന്റെ പ്രണയത്തെക്കുറിച്ചും ഈ വിവാഹത്തിന് താല്പര്യം െന്ന കാര്യം കേതനോട് തുറന്നു പറഞ്ഞത്. എന്നാൽ രണ്ടു കുടുംബങ്ങളും ചേർന്ന് ഉറപ്പിച്ച ഈ വലിയ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ കേതൻ തയ്യാറായില്ല. വിവാഹവുമായി മുന്നോട്ട് പോകാൻ കേതൻ സിയെ നിർബന്ധിച്ചതാണ് ഈ കൊലപാതകം വേഗത്തിലാക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. തുടർന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടയിലാണ് അവിടെ ഒളിച്ചിരുന്ന കാമുകൻ ചേതൻ ചൗധരിയുടെ സഹായത്തോടെ സിയ കേതനെ 350 അടിയിലധികം താഴ്ചയുള്ള ആഴമേറിയ കൊക്കയിലേക്ക് തള്ളിയിടുകയായിരുന്നു. ശക്തമായ കാറ്റിൽ ഫോട്ടോയും സെൽഫിയും എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കേതൻ കാൽ വഴുതി താഴേക്ക് വീണതാണെന്ന് വരുത്തി തീർക്കാനാണ് സിയും കാമുകനും ശ്രമിച്ചത്. അപകട വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർ 3 മണിക്കൂർ നീണ്ട കഠിനമായ തെരച്ചിലൊടുവിലാണ് കൊക്കയിൽ നിന്നും കേതന്റെ മൃതദേഹം പുറത്തെടുത്തത്. തുടക്കത്തിൽ ഇതൊരു സാധാരണ അപകട മരണമായി കണക്കാക്കിയാണ് ലോണാവാല റൂറൽ പോലീസും പുനെ റൂറൽ പോലീസും അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ കേതന്റെ കുടുംബവും സുഹൃത്തുക്കളും ഈ മരണത്തിൽ വലിയ രീതിയിൽ സംശയം പ്രകടിപ്പിച്ചു. കേതൻ വെറുമൊരു സഞ്ചാരിയായിരുന്നില്ല, മറിച്ച് മലക്കയറ്റത്തിൽ ഏറെ പരിചയസമ്പന്നനായ ഒരു ട്രക്കറായിരുന്നു എന്നതാണ് ഈ കുടുംബത്തിന്റെ സംശയത്തിന് ബലം നൽകിയത്. അങ്ങനെ ഒരാൾക്ക് ഇത്ര എളുപ്പത്തിൽ കോട്ട മുകളിൽ നിന്നും കാലിടറി വീഴാൻ സാധ്യതയില്ലെന്ന് പോലീസിനും മനസ്സിലായി. ഇതോടെയാണ് പോലീസ് സിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കിയത്. തുടർന്ന് ലോണാവാല റൂറൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ സിയയുടെ മൊഴികളിൽ വലിയ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മറ്റു ചില സാക്ഷികളുടെ മൊഴികളും സിയയുടെ മൊബൈൽ ഡാറ്റയും കോൾ റെക്കോർഡും പരിശോധിച്ചതോടെ പോലീസിന്റെ സംശയം ഇരട്ടിച്ചു. കേതൻ കൊക്കയിലേക്ക് വീഴുന്ന സമയത്ത് സിയയുടെ കാമുകൻ ചേതൻ ചൗധരിയും ഇതേ കോട്ടയിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ വ്യക്തമായി. ഇരുവരുടെയും ഫോൺ സംഭാഷണങ്ങളും സന്ദേശങ്ങളും പരിശോധിച്ചതോടെയാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ആസൂത്രണം പോലീസിന് മുന്നിൽ വെളിപ്പെട്ടത്. തുടർന്ന് പോലീസ് സിയെയും കാമുകൻ ചേതനെയും കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിക്കുകയായിരുന്നു. കേതനുമായുള്ള വിവാഹം മുടക്കാനും ഒരുമിച്ച് ജീവിക്കാനുമായി തങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് കേതനെ കൊക്കയിലേക്ക് തള്ളിയിട്ടതെന്നും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. കൊലപാതകത്തിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും സഹായമോ ഗൂഢാലോചനയോ ഉണ്ടോ എന്ന കാര്യവും പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കേതന്റെ വിയോഗം വലിയ ആഘാതത്തിലാണ് ബിസിനസ് കുടുംബത്തെ എത്തിച്ചിരിക്കുന്നത്. കേതന്റെ പിതാവിന്റെ പരാതിയിൽ കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തി ലോണാവാല റൂറൽ പോലീസ് കേസെടുത്തു. പ്രതികളെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിൽ സ്വന്തം പ്രതിശ്രുത വരനെ ക്രൂരമായി ഇല്ലാതാക്കിയ സിയുടെയും കാമുകിന്റെയും വാർത്ത മഹാരാഷ്ട്രയെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ സംഭവത്തിന്റെ കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്.